ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ വരുത്തുന്ന ഏതൊരു കാര്യങ്ങളും ഒരുപാട് സൗഭാഗ്യത്തെ നമുക്ക് കൊണ്ടുവന്ന് തരും. ഒരു കാരണവശാലും ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു കിച്ചണോ ആകാൻ പാടില്ല. ഒരു അക്വേറിയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ഈ വർഷം ഏറ്റവും പ്രാധാന്യമുള്ള ദിക്ക് ഏതാണ്? പിന്നെ അത് കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? 2025 സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കാണ്, ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ വരുത്തുന്ന ഏതൊരു കാര്യങ്ങളും ഒരുപാട് സൗഭാഗ്യത്തെ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈസ്റ്റ് ഭാഗത്ത് എന്ത് മുറിയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു കിച്ചണോ ആകാൻ പാടില്ല. ഇപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് മെയിൻ ഡോറ് അവിടെ ലിവിങ് റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഫെങ്ഷു പ്രകാരം 9 നമ്പറുകളുണ്ട്. 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ് 9 നമ്പറുകളുണ്ട്. ഈ ഓരോ നമ്പറുകളും അതാത് സ്ഥലങ്ങളിൽ ഓരോ ദിക്കിലും വർഷാവർഷം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓരോ നമ്പറുകൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. അപ്പോൾ 1 പറയുന്ന നമ്പർ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നമ്പറാണ്. അതേസമയം 3 ആണെങ്കിലോ കലഹത്തിന്റെ നമ്പറാണ്. 5 ആണെങ്കിലോ ടോട്ടൽ ലോസ് ആണ്. 7 ആണെങ്കിലോ അത് പറ്റിപ്പാണ്, പറ്റിപ്പും കടബാധ്യതയുമാണ്. അതേസമയം 9 എന്ന് പറയുന്നത് സമ്പത്തിന്റെ നമ്പറാണ്. ഇപ്പം 2004 മുതൽ 2024 വരെ പീരീഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള നമ്പർ എന്ന് പറയുന്നത് 8 ആയിരുന്നു. ഇപ്പൊ 2024 ഫെബ്രുവരി 4 തീയതി മുതൽ 2044 ഫെബ്രുവരി 3 വരെയുള്ള 20 വർഷം. അപ്പൊ ഈ ഒരു 20 വർഷത്തെ പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ആ ആനുവൽ സ്റ്റാർ 9 നമുക്ക് ഈ വർഷം എല്ലാ വീടിന്റെയും സ്ഥാപനത്തിന്റെയും കിഴക്ക് ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എൻഹാൻസ് ചെയ്യാം? അതായത് ഈ 9 എന്ന് പറയുന്ന സ്റ്റാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫയർ എലമെന്റ് ആണ്. അപ്പൊ ഈ ഫയർ എലമെന്റ് നമുക്ക് വീടിന്റെ കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ ഇതിനെ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ റെഡ് മാറ്റ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പ്ലാന്റ് കൊടുക്കാം. അപ്പൊ റെഡ് മാറ്റ് ഇടുമ്പോഴത്തേക്ക് 9 10 ഒന്നുകൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ പ്രോസ്പെരിറ്റി ആകുന്നു. അതേസമയം പ്ലാന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സപ്പോർട്ടിങ് എലമെന്റ് ഏതാണ്? വുഡ് എലമെന്റ് ആണ്. ഫയർ എലമെന്റിനെ കത്താനായിട്ട് ഈ വുഡ് എലമെന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വാട്ടർ സ്റ്റാർ ആയിട്ടും ആനുവൽ സ്റ്റാർ ആയിട്ടും ഇത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ മൂവിങ് വാട്ടർ ഉപയോഗിക്കാം. മൂവിങ് വാട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അക്വേറിയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം ഈ ഭാഗത്ത് ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ വെക്കാവുന്ന, ഇപ്പൊ നമുക്ക് അവിടെ ഒരു ബെഡ്റൂം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാന്റും വെക്കാൻ പറ്റില്ല, ഈ പറയുന്ന വാട്ടർ ഫൗണ്ടനും വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽത്തിന്റെ സ്റ്റാർ ആണല്ലോ വന്നിരിക്കുന്നത്, അതിനൊന്ന് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നമുക്കൊരു വെൽത്ത് ബൗൾ വെക്കാം. അപ്പൊ നല്ലൊരു ബൗൾ എടുക്കുക. ബൗളിനകത്ത് നിറച്ച് പിന്നെ സിട്രിന്റെ സ്റ്റോൺസ്, അമിത്യസ്റ്റിന്റെ സ്റ്റോൺസ്, ചൈനീസ് കോയിൻസ്, ഗോൾഡ്, കോപ്പർ, നമ്മളുടെ നാണയങ്ങൾ, ഇൻഗോട്ട്, പിന്നെ അതുപോലെ തന്നെ നോട്ട് കെട്ടുകൾ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ റോള് ചെയ്ത് ഇതെല്ലാം കൂടി ഇതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉള്ള ഒരു സിമ്പിളായിട്ട് നമുക്ക് അതിനെ കണക്കാക്കുകയും ഒരുപാട് വെൽത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഈ വർഷം അത് വീട് വെക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ? ഈ വീട് വെക്കുന്നവരെ സംബന്ധിച്ചല്ലോ, ഇത് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച്, വീട്ടിൽ വെക്കൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭാഗം എൻഹാൻസ് ചെയ്യാൻ പറ്റും. മറ്റവരെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഓൾറെഡി സാറ് പറഞ്ഞു. അപ്പൊ ഈ വർഷം ഈസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള അവിടെ. അതേപോലെ തന്നെ നമുക്ക് അവിടെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഫീനിക്സ് ബേർഡുകൾ, 9 വിക്ടറി ഹോഴ്സുകൾ, അപ്പോഴത്തേക്ക് ഡബിൾ 9 ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾസ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു സിമ്പിൾസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കുന്നത് നല്ല പ്രോസ്പെരിറ്റി പിക്ചേഴ്സ് ഈ വർഷം കിട്ടും. പിക്ചേഴ്സ് അങ്ങനെ പല 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 ഒരുപാട് ഐഡിയാസ് സാറ് പറഞ്ഞു തന്നു. ഈസ്റ്റാണ് ഈ വർഷം മെയിൻ. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാനുള്ള കുറേ ടൂൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സാറിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷനും അവൈലബിൾ ആണ്. നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡ്സ് എല്ലാവരും കാണണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.